Yeah. Yeah. Hi guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡോക്കറിനെ പറ്റിയിട്ടാണ്. എന്താണ് ഡോക്കർ, എന്തിനാണ് ഈ ഒരു ഡോക്കർ യൂസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ആഡ് ആയിരിക്കും അല്ലേ? എല്ലാവരുടെ സന്തോഷത്തിലൂടെ നമ്മുടെ ഞമ്മന് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? വീഡിയോയിലോട്ട് പോകുന്ന മുമ്പേ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന അവോധ എന്ന് പറയുന്ന ഒരു IT ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായത്തോടെ 6 മാസം കൊണ്ട് നിങ്ങളുടെ ഡ്രീം IT കരിയറിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 മന്ത്സ് ആണ്. ഈ ഒരു 6 മന്ത്സിൽ 3 മന്ത്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലേണിംഗ് പ്രോസസ്സും ബാക്കി 3 മന്ത്സ് എന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പുമാണ്. ഈ ഒരു 3 മന്ത്സ് ലേണിംഗ് പ്രോസസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ഡൊമൈൻ സെലക്ട് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, സൈബർ സെക്യൂരിറ്റി ആയിക്കോട്ടെ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആയിക്കോട്ടെ, ഏതൊരു ഡൊമൈനിലാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് എന്ന് വെച്ചാൽ ആ ഒരു ഡൊമൈനിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഈ ഒരു 3 മാസത്തെ ലേണിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 3 മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ആയിരിക്കും. ഏതെങ്കിലും ഒരു കമ്പനി അവോധ വഴി തന്നെ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇന്റേൺഷിപ്പിൻ്റെ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. അവോധയ്ക്ക് തന്നെ 250+ കമ്പനീസായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 മന്ത്സ് ലേണിംഗ് പ്രോസസ്സ്, 3 മന്ത്സ് ഇന്റേൺഷിപ്പ് പ്രോസസ്സും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു IT കമ്പനിയിൽ, ഒരു നല്ലൊരു IT കമ്പനിയിൽ തന്നെ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ട്രെയിനിങ് ഫീസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5,000 ബിലോ ആണ് വരുന്നത്. ഇതിന്റെ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണാവുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ജോബിന് പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആണ്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണോ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഡെയിലി ഒരു സൂം മീറ്റിംഗ് വഴി നിങ്ങൾക്ക് ഡൗട്ട് ഡിസ്കഷൻ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അവോധനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ വാട്സാപ്പ് ലിങ്കും ഉണ്ട്. അവർ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം IT കരിയറിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അജണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഡോക്കർ എന്നുള്ള അറിയാൻ പോവുകയാണ്. എന്താണ് ഡോക്കർ, അതുപോലെ തന്നെ എന്തിനാണ് ഈ ഒരു ഡോക്കർ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്താണ് ഒരു ഡോക്കർ കണ്ടെയ്നർ, അതുപോലെ തന്നെ ഡോക്കർ ഇമേജ്. ഈ 4 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താണ് ഡോക്കർ എന്ന് പറഞ്ഞുതരാം. ഡോക്കർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കമ്പനി മാത്രമാണ്. ഡോക്കർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ്. ഒരു കമ്പനി നെയിമാണ് ഡോക്കർ എന്ന് പറഞ്ഞാൽ. അവർ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റാണ് കണ്ടെയ്നറൈസേഷൻ എന്ന് പറയും. ഈ ഒരു കോൺസെപ്റ്റിനാണ് കണ്ടെയ്നറൈസേഷൻ എന്ന് പറയും. കണ്ടെയ്നറൈസേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പേ എന്തിനാണ് നമ്മൾ ഈ ഒരു ഡോക്കർ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ഡോക്കർ നമ്മൾ യൂസ് ചെയ്യണം. സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു വെബ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോ. ജാങ്കോയിലാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ചിലർ ഫ്ലാസ്ക് യൂസ് ചെയ്യും, ചിലർ Express.jsൽ ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു സമയത്തിന് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തിന് ഒരുപാട് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട്, ഇപ്പം നിങ്ങൾ ലിനക്സിലായിരിക്കും യൂസ് ചെയ്യുന്ന പല പാക്കേജസ് പല വേർഷൻസിലും ആയിരിക്കും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ സിസ്റ്റത്തിൽ എല്ലാം നല്ല എക്സാക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കി എല്ലാ ആപ്ലിക്കേഷൻ്റെ എല്ലാ ഫീച്ചേഴ്സും എല്ലാം നിങ്ങളുടെ കയ്യിൽ വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു കമ്പനിക്കാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു പ്രോജക്റ്റ് മാനേജർ ഉണ്ട്. ഈ ഒരു പ്രോജക്റ്റ് മാനേജറിൻ്റെ അടുത്ത് നിങ്ങൾ പറയുകയാണ്, ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തു, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെർവറിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോഴാണ് നിങ്ങളടുത്ത് ഈ ഒരു പ്രോജക്റ്റ് മാനേജർ പറയുകയാണ്, ആ ഒരു സെർവറിൻ്റെ അകത്ത് നമുക്ക് വർക്ക് ആക്കണ്ട, നമ്മുടെ തന്നെ സ്വന്തം സെർവർ ഉണ്ട്. ഈ ഒരു സെർവറിൻ്റെ അകത്ത് തൊട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഇട്ടിട്ട് അതിനൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറയും. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഏതൊക്കെ ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്തു, അതുപോലെ തന്നെ ഏതൊക്കെ വേർഷൻസ് ആണ് അത് യൂസ് ചെയ്തെന്നുള്ളത് എല്ലാത്തിനെ കുറിച്ച് ഒരു കറക്റ്റ് ഐഡിയ നമുക്കത് പിന്നീട് നമ്മൾ വേറൊരു സിസ്റ്റത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് മനസ്സിലാകത്തുള്ളൂ, ആ ഒരു പ്രോബ്ലം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഡോക്കർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോക്കറിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു ഇമേജിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു ഏത് വേർഷൻ, ഏത് ലിനക്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഏത് വേർഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഏതൊക്കെ ഫ്രെയിം വർക്ക്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ലൈബ്രറീസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഫുൾ ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് ഒരു ഡോക്കർ ഇമേജിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഡോക്കർ ഇമേജ് എന്ന് പറഞ്ഞത്. ഈ ഒരു ഇമേജിൻ്റെ അകത്ത് ഒരു കംപ്ലീറ്റ് ബ്ലൂ പ്രിൻ്റ് ആണ്. ഏതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം, ഇന്നൊരു ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കണം ഇന്നൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുക, ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഇന്നൊരു ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു ഡോക്കർ ഇമേജിൻ്റെ അകത്തുണ്ട്. ഈ ഒരു ഡോക്കർ ഇമേജ് നിങ്ങൾക്ക് ഏതൊരു സെർവറിൽ നിന്ന് എടുത്തിട്ടായാലും വേറെ സെർവറിൻ്റെ അകത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു ഡോക്കർ ഇമേജ് വെച്ചിട്ട് അതൊരു കണ്ടെയ്നർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് വരും, എന്താണ് ഈ ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത്? ഈ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു വിൻഡോസ് യൂസർ ആണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലിനക്സ് നിങ്ങൾക്ക് പാരലായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എന്ത് ചെയ്യും, നിങ്ങളൊരു വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം VMware എന്നൊക്കെ പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെർച്വൽ മെഷീനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് വിൻഡോസിൻ്റെ അകത്ത് തന്നെ നമുക്ക് വേറൊരു സിസ്റ്റമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇപ്പോൾ വിൻഡോസിൻ്റെ അത് ഞാനിപ്പോൾ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്തെന്ന് വിചാരിച്ചോ, ഈ ഒരു ലിനക്സിന് തന്നെ സ്വന്തമായിട്ട് റാം വേണം, CPU യൂസ് ചെയ്യും, എല്ലാം കൂടെ യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ സിസ്റ്റം തന്നെ ഫുള്ളി സ്ലോ ആവാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഡോക്കർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെയിം കോൺസെപ്റ്റ് ആണ്. പക്ഷെ അവർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു CPU എല്ലാ യൂസേജിനും എല്ലാ ആവശ്യമില്ലാത്ത കാര്യങ്ങളും അത് എടുക്കത്തില്ല. ആ ഒരു ആപ്ലിക്കേഷൻ, ആ ഒരു പെർട്ടിക്കുലർ വെബ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ആ ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു ഡോക്കർ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സെർവറിൻ്റെ അകത്ത് റൺ ചെയ്ത സാധനം നിങ്ങൾ ഈ ഒരു ഡോക്കർ ഇമേജ് എടുത്ത് വേറൊരു സെർവറിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് വഴി ഏതൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ആവശ്യമുള്ളത് അത് മാത്രമായിരിക്കും അതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡോക്കർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡോക്കറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്കറിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഡോക്യുമെന്റേഷൻ കിട്ടുന്നതാണ്. അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്കർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതും വെർച്വൽ മെഷീനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡോക്കർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മാത്രമാണ്, അത് യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഡോക്കറൈസേഷൻ. ഡോക്കറൈസേഷൻ എന്താണ് ചെയ്യുന്നത്? ഒരു ഡോക്കർ ഇമേജ് വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് വഴി നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ എന്തൊക്കെയാണോ യൂസ് ചെയ്തിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു കണ്ടെയ്നർ ആയിട്ട് ജനറേറ്റ് ചെയ്ത് തരും. ഈ ഒരു കണ്ടെയ്നർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ഒരു കണ്ടെയ്നർ നിങ്ങളുടെ സെർവറിൽ നിന്ന് വേറൊരു സെർവറിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ഒരു ഇമേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഡൗട്ട് വരും, ഇന്ന ഇതിൽ വർക്ക് ചെയ്ത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ഇതിൽ വർക്ക് ചെയ്തില്ല? അത് പല റീസൺസ് ഉണ്ട്. മേ ബി വേർഷൻസ് എറർ ആയിരിക്കും, അതിൻ്റെ ഉള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്നതാണ് ഡോക്കർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.